നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എനർജി ബൈറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മുമ്പ് ഞാനൊരു ചോക്ലേറ്റ് ലഡുവിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. വേണമെങ്കിൽ ലഡുവിൻ്റെ ഷേപ്പിലും ആക്കിയെടുക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, കാരണം ഇതിന് കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പീനട്ടും പീനട്ട് ബട്ടറുമാണ്. അപ്പോൾ ചില കുട്ടികളിൽ പീനട്ടും പീനട്ട് ബട്ടറും അധികം കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം വേണ്ടത് കപ്പലണ്ടിയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്തിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന കപ്പലണ്ടി ആണെങ്കിൽ വീട്ടിലൊന്ന് സ്ലൈറ്റായിട്ട് ചൂടാക്കിയാൽ നല്ലതാണ്. 1/2 കപ്പ് ഉണ്ട്. ഇത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് ഡേറ്റ്സ് കുറച്ച് നേരമായി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങൾ സോക്ക് ചെയ്യാൻ മറക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വേണ്ടത് പീനട്ട് ബട്ടറാണ്. ഇതിപ്പോൾ 1/4 കപ്പ് പീനട്ട് ബട്ടറാണ് ഉള്ളത്. അപ്പോൾ പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മേലെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇതിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിലേക്ക്. പക്ഷെ ഞാൻ ഓപ്ഷണലായിട്ട് 2 സാധനങ്ങളും കൂടി അഡീഷണൽ ചേർക്കുന്നുണ്ട്. ഓയിലൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. കാഷ്നട്ട്സ് ഒരു 10 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, മത്തങ്ങയുടെ കുരു, അത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർക്കാണ്. മത്തങ്ങയുടെ കുരു നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന മത്തങ്ങയുടെ കുരു എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് അത് ഉണക്കി ഞാനൊന്ന് വറുത്തെടുത്തതാണ്. അപ്പോൾ അത് എൻ്റെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കണത്. ഇത് 2 ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് ആണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ പൾസ് ബട്ടൺ ഒന്ന് അമർത്തി 2 പ്രാവശ്യം ഒന്ന് ആ പൾസ് ബട്ടൺ ഒന്ന് അമർത്തി എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പൾസ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ടേ ഉള്ളൂ. അപ്പം നന്നായി പൊടിച്ചെടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടിയും 2-3 പൾസും കൂടി ചെയ്താൽ അത് നന്നായി പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് 1/4 കപ്പ് ഡേറ്റ്സ് ഉണ്ട്. വെള്ളം നന്നായി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് പീനട്ട് ബട്ടറാണ്. അപ്പോൾ പീനട്ട് ബട്ടർ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഡേറ്റ്സ് ഒക്കെ നന്നായി അരിഞ്ഞ് ഇതിൽ ചേരണം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഡേറ്റ്സ് ഒക്കെ ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂം പംകിൻ സീഡും ചേർക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ആ പീനട്ടിൻ്റെ കൂടെ ഇട്ട് അരച്ചെങ്കിൽ കുറച്ചൊന്ന് പൊടിഞ്ഞ് വന്നേനെ. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ചേർക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കപ്പലണ്ടിയുടെ കൂടെ ഇട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ അടിച്ചാൽ മതി, അധികം ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കേ വേണ്ടൂ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ചോക്ലേറ്റ് ബോൾസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഓട്സ് വെച്ചിട്ടായിരുന്നു. അത് നമുക്ക് ഓട്സൊക്കെ വറുത്തെടുത്ത് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് അതിലും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടു എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മളിതിൽ ഡേറ്റ്സ് ആണ് ചേർത്തിട്ടുള്ളത് സ്വീറ്റ്നറായിട്ട്. വേറെ സ്വീറ്റ്നറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഡേറ്റ്സ് ഉള്ളത് കൊണ്ട്.
കൈ കൊണ്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഇത് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബോളിനെ ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി. ബോളാണെങ്കിൽ ബോളാക്കി എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് മാറ്റിയത്. ഇത് വൈറ്റും ബ്ലാക്കും എള്ള് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതിൽ വെറുതെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇത് ആയി വരുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോള് റെഡിയായി. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്യാനൊക്കെ കുട്ടികളെ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ അവർക്കും കൂടി ഒരു സന്തോഷമാവും. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ.